ബോബ് ഓക്കെ വന്നിട്ടുണ്ടത്. ഇവിടെ നിന്റെ തലവട്ടം കാണുമ്പോ ഇപ്പം ആൽക്കഹോളിക് ആണ് എന്താണ് ആൾക്കാർ പറയണേ. എന്ത് ചെയ്യാൻ പറ്റും? അണ്ണാ കൊണറ്റയും കുറച്ച് കൂട്ടിയാലോ? ചാർലി ബ്രോ 10 pound, താങ്ക് യു സോ മച്ച്. കൂട്ടാം ബ്രോ. അണ്ണാ ഈ ഗെയിം കഴിഞ്ഞിട്ട് ഗോഡ് ഓഫ് വാർ 1 or എടാ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാൻ ശരിക്കും പറഞ്ഞാൽ എൽഡൻ റിങ്ങാ. ഇത് കളിച്ച് എൽഡൻ റിങ്ങുമായിട്ട് അഡാപ്റ്റീവ് ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൽഡൻ റിങ്ങിൽ ഇതേപോലത്തെ മറ്റേ ഇതൊക്കെ സംഭവങ്ങൾ കുറേ ഉണ്ട്. മീഷോ അല്ല മിനീസോ ബാലൻ വീഡിയോ ബ്രോ. റിയാക്ഷൻ ഒക്കെ 9:45 നമ്മൾ അതുവരെ എന്തായാലും 7:30 to 9:45 ഈ ഗെയിം കളിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഷഹാലീസി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. ബോബ് ഓക്കെ അല്ലേ ബ്രോ? അവൻ ഓക്കെയാണ് ഗൈസ്. നിങ്ങൾ അവനെ ലൈവിൽ അങ്ങനെ മാത്രം കണ്ടിട്ട് അവൻ നോർമലി ഇങ്ങനെയാണ്, അല്ലാതെ അവൻ വെള്ളമൊന്നും അല്ല. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കൂടാ ആൾക്കാരെ? ഓരോരുത്തർ ഇപ്പോഴേ ബോബിന് വഴിയിലൊക്കെ വെച്ച് എന്നോട് കാണുമ്പോ മറ്റേ കള്ളു പിടിച്ച് അന്ന് വന്ന ബ്രോ അല്ലേ? അതാണ് ഐഡന്റിറ്റി. ഇപ്പൊ തലശ്ശേരി ചെന്നപ്പോഴേ 5 രൂപ വളഞ്ഞു നിർത്തിട്ട് ചോദിക്കല്ലേ അന്നടിച്ച സാധനം പറയാൻ. തലശ്ശേരിയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ പിള്ളേർ ചോദിക്കുക ഇത്ര സന്തോഷം വരാൻ ഏത് സാധനമാണ് അടിച്ചത് ഒന്ന് പറഞ്ഞുതരാം. കെൻസോ ജിമ്മി പോയിട്ടോ? അണ്ണാ 8th ഫെയിലെന്നോ? 8ാം ക്ലാസ് ഒക്കെ അങ്ങനല്ല. എടാ അവൻ പശുവും ചിരിക്കുമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ അവൻ ഈ പ്രായത്തിലുള്ള, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ വന്ന് ഒരു വിഷമം പറയുമ്പോൾ നമ്മൾ അവനെ കൂടുതൽ പറഞ്ഞ് തളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ മെന്റലി ഡെസ്പ് ആവും. എഴുതിയെടുക്കണം മോനെ. എടാ നെറ്റ് പോയി കേട്ടാ. കേരള വിഷം പോയി പോയില്ല വന്നു. അങ്ങനൊന്നും പോകുന്നതല്ല മോനെ. എല്ലാം കുഴപ്പമില്ല, എഴുതിയെടുക്കാം. നമുക്ക് അതൊന്നും സീനില്ല, അതൊക്കെ എഴുതിയെടുക്കാം. അണ്ണാ ഇന്ന് ലൈവ് ഇടാനുള്ള തമ്മിൽ ഡീസിൽ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് മൊബൈൽ ചെയ്തതാണ്. ലൈവിൽ തമ്മിൽ ഇല്ലാതെ ഇരുന്നപ്പോൾ ചെയ്തതാണ്. ഞാൻ എടുത്തിട്ടേക്കാം ബ്രോ, ഞാൻ നോക്കിയിട്ട്. Came across your stream after a while. Just want to say big ups to you. You are doing awesome. Kingfish bro, thank you so much. Thank you so much for the 100 rupees super chat. Navneet bro, thank you so much for the membership. കത്തിയില്ല. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു നേരത്തേക്ക് പെട്ടെന്ന് കേരള വിഷനൊക്കെ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു പൊതുവേദിയിൽ ശരിക്കും ചിലപ്പോൾ അതിന്റെ കർമ്മയായിരിക്കും എനിക്ക് എന്നും ഇങ്ങനെ കിട്ടുന്നത്. നമ്മൾ അങ്ങനെ അബ്യൂസ് ചെയ്യാൻ പാടില്ല ബോബേ. അത് ഈ കഥ പടയടാ, ഈ വയർ നീ അങ്ങ് വലിച്ചിട്ട് ഈ കഥ പടാ. ഗൈസ് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് ഈ സാധനത്തിന്റെ ശല്യം? മറ്റേ അല്ല, ഇതിനോട് ഇവിടെ ചെള്ളെന്നാ പറയണ. ചെള്ള് മറ്റേ മഴ പെയ്യുമ്പോൾ മാത്രം ഒരു വൃത്തികെട്ട മണമുള്ള ഒരു സാധനം ഇങ്ങനെ വരൂല്ലേ? അത് കുറെ വരുന്നടാ എൻ്റെ വീട്ടിൽ. ഇന്നലെ ബാത്റൂമിനകത്ത് കേറാൻ പറ്റത്തില്ലായിരുന്നു. മറ്റേ പ്രേത വീടൊക്കെ കണ്ട പോലെ ആയിപ്പോയി. ഇവ ലൈറ്റ് ഇട്ടിട്ട് വന്ന്. ആണോ? ഞാൻ ഇന്നലെ ഗൈസ് ഇവിടെ ഒരുത്തനെ അല്ല, ഇതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ പറഞ്ഞു ബോബെ ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് വരണേന്ന്. ഇന്നലെ ഒരുത്തൻ രാത്രി ബാത്റൂമിൽ കയറിയിട്ട് ലൈവ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ബാത്റൂമിൽ കയറി ലൈറ്റ് ഇട്ടിട്ട് നേരെ വന്ന് കിടന്ന് റൂമിലെ ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങി. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ നീ എന്തിനാ ബാത്റൂമിലെ ലൈറ്റ് ഇട്ടിട്ട് കിടന്നേ? അന്നേരം ഇവൻ എന്നോട് പറയുവാണേ മുടിഞ്ഞു പോട്ടെ. അന്നേരം ഇവൻ എന്നോട് ചോദിച്ചു, ഞാൻ ഇവനോട് ചോദിച്ചു നീ എന്തിനാണ് ബാത്റൂമിലെ ലൈറ്റ് ഇട്ടിട്ട് കിടന്നേ? അന്നേരം ഇവൻ പറയുവാ, അണ്ണാ വെളിയിൽ മൊത്തവും നമ്മുടെ സറൗണ്ടിങ്സിലെല്ലാം ഈ സാധനം ഉണ്ടാവും. അപ്പൊ എവിടെയെങ്കിലും ഒരിടത്ത് ലൈറ്റ് ഇട്ടാൽ അത് അവിടെ ഇരുന്നോളൂ എന്ന്. എന്നിട്ട് ബാത്റൂമിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് ബാത്റൂമിനകത്ത് ഇവരുടെ അളിയനെയും അളിയച്ചാരനെയും കുഞ്ഞമ്മയും കൊച്ചച്ഛനെയും കുടുംബക്കാരെയും എല്ലാവരുമായിട്ട് 1,00,000 ചെള്ളു ഞാൻ ചെന്നപ്പോൾ അതിനകത്ത്. ഇതാണ് അവന്റെ എക്സ്പ്ലനേഷൻ. ഇതാണ് നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ അത് നമ്മുടെ സറൗണ്ടിങ്സ് വീടിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒളിച്ചിരിക്കും. എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഇട്ട് വെച്ചിരുന്ന എല്ലാം കൂടെ അവിടെ വന്ന് ഇരുന്നോളൂ എന്ന്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂമിനകത്ത് ലൈറ്റ് ഇട്ട് വെച്ചിരുന്നത്. എന്ത് എനിക്ക് രാത്രി മനസ്സിലായില്ല. ഉറക്കത്തിലല്ലാതെ ഞാൻ ഇവനെ അടിച്ചേനെ. ഞാൻ മോന്തൊക്കെ ഉറക്കം കൊടുത്തേരെ, ബോധം വരട്ടെന്ന് വിചാരിച്ച്. ഡബിളോട് വെയിറ്റ് ചെയ്യടാ. വെൽക്കം സ്ട്രീം, താങ്ക് യു തോന്നുന്നുണ്ട് അണ്ണാ. ആണോ ജോക്കർ ബ്രോ? താങ്ക് യു ചേട്ടാ, താങ്ക്സ് എല്ലോട്ടോ. നിഷ പിന്നല്ല ആ രഘുല് വന്നു. ഹലോ ഈയലല്ലടാ ഇത് ചെള്ള്, ഈയലല്ല. റോർ ഗെയിമിംഗ് സത്യമാണെന്നോ? അത് ട്രൂ ആണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാ ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീട്ടിലെ മേളത്ത് നല്ല ഫുൾ ലൈറ്റ് ഓഫാ.
അത് ഒരു ലൈറ്റ് കണ്ടല്ല അകത്ത് വരുള്ളൂ. വെളിയിൽ സറൗണ്ടിങ്സിൽ നിൽക്കുന്നതിനെ വിളിച്ച് അകത്ത് കയറ്റിയിരുന്ന് വാ ചോറ് കഴിക്കും ബിരിയാണി കഴിക്കുന്ന പറഞ്ഞ് ബാത്റൂമിൽ ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതങ്ങ് ഓഫ് ചെയ്താൽ പോരെ. റബ്ബർ മരം ഉള്ളതുകൊണ്ട് അധികം കാണും. അതെ അതെ അതെ, നമ്മുടെ പ്ലാന്റേഷൻ അകത്തല്ലേ, അതുകൊണ്ടാണ്. ഈയാൻ പാറ്റ. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഗെയിം തുടങ്ങാം. തുടങ്ങാം.